LDF സ്ഥാനാർത്ഥിയായതുകൊണ്ട് LDFന്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് LDFിലേക്ക് ആരെങ്കിലും മത്സരിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. ഹിന്ദു മുസ്ലിം ഒരൈക്യം ഹിന്ദു മുസ്ലിം ഒരു ഐക്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ ഒരു ഭരണം എന്തായാലും ഉണ്ടാവണം. LDF ഭരണം മൊത്തത്തിൽ വെറുത്തിരിക്കുകയാണ്. മാത്രമല്ല പോയിട്ടുള്ളൂ, കൂടെ ആരും പോയിട്ടില്ലല്ലോ. ഈ വയസ്സായി തള്ളാക്കുന്ന പെൻഷനൊക്കെ അതൊക്കെ കിട്ടാത്ത പ്രയാസങ്ങൾ വേറെ നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ഇവർ ശമ്പളം പണിയൊക്കെ എടുക്കുക, അതൊക്കെ ശരിക്കും ഇവർക്ക് അടിക്കിടുന്ന സംഭവം തന്നെ. മതി ആര് നടത്തിയാലും അത് അഴിമതി തന്നെയാണ്. പിണറായി മകളൊക്കെ ശരിക്കും അത് പിന്തിരിപ്പിക്കേണ്ട വേണ്ടത്. കാരണം എത്രയും നല്ല നേതാവിൻ്റെ മകളെ ഒരു ഇതിൽ നിർത്താൻ വെച്ചാൽ അവർക്ക് ജീവിക്കാൻ വേറെ മാറിയില്ലാത്ത ആൾക്കാരൊന്നുമല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കമ്പനി വെച്ചിട്ട് അത് അവർക്ക് തന്നെ അതിൻ്റെ വർക്ക് ചെയ്യാം. നമ്മുടെ നേതാവ് സുരേഷ് ഗോപി കണ്ടില്ലേ? അല്ല, എല്ലാം കൊണ്ടും അങ്ങനെ വളരെ മോശമാണ്. എല്ലാവരും പറയണ്ട്, മിക്ക ആൾക്കാരും ഫേസ്ബുക്കിൽ തുറന്നു കഴിഞ്ഞാൽ ഇതിനായി പിണറായിനെ കുറിച്ച് എല്ലാവരും മോശമായിട്ട് അഭിപ്രായങ്ങൾ പറയണത്. ഇപ്രാവശ്യം ട്രെൻഡ് സുരേഷ് ഗോപിക്ക. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകളും കോൺഗ്രസിലെ മുതിർന്ന നേതാവുമായിരുന്ന ശ്രീമതി പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചുവടുമാറിയിരിക്കുകയാണ്. ഈ ചുവടുമാറ്റം പ്രത്യേകിച്ച് അടുത്തു വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ എങ്ങനെ സ്വാധീനിക്കുമെന്നും മൂന്ന് മുന്നണികൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു ഉത്തരം തേടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. തൃപ്രയാറാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് തൃപ്രയാറിലെ ജനങ്ങളോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തായിരിക്കും പൊതുജനങ്ങളുടെ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അവരെ ഇഷ്ടം കൊണ്ട് പോയതല്ലേ? ഇഷ്ടം കൊണ്ട് പോയി. അതെങ്ങനെയാണ് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സ്വാധീനിക്കാൻ പോകുന്നത്? കോൺഗ്രസിനെ സ്വാധീനിക്കാൻ പോകുന്ന വെച്ചാൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ പ്രാവശ്യം ആര് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? തൃശ്ശൂരാ? നമുക്കറിയില്ല, കാരണം നമുക്ക് വോട്ട് തരാൻ ചാൻസ് ഇല്ല. നമ്മൾ പുറത്താണ്, ഗൾഫിലാണ്. ഗൾഫിൽ പ്രവാസിയാണ്. നല്ലൊരു പ്രവാസി എന്ന നിലയിൽ നാട്ടിൽ എന്ത് മാറ്റം ഉണ്ടാകണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? നമ്മളപ്പോൾ ഉള്ള ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ശമ്പളം കിട്ടുന്നത് അത്ര നല്ലത്. ഇപ്പം ഉള്ള ഭരണത്തിൽ തൃപ്തരാണോ? തൃപ്തെന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് തന്നെ തൃപ്തനാണ്. പ്രശ്നമില്ലാണ്ടിരിക്കണം ജനങ്ങൾക്ക്. കേന്ദ്ര സർക്കാരിൻ്റെയാണോ കേരള സർക്കാരിൻ്റെ ഭരണമാണോ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്നത്? മികച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് നോക്കാറില്ല, കാരണം അവിടെ പണിയെടുക്കണ നടക്കൂല. എന്നാലും പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ നാട്ടിലെ. പൊതുവായിട്ടുള്ള TV അങ്ങനെ ഒന്നുമില്ല, മൊബൈൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? 28 ദിവസമായി. എന്നാലും കുടുംബമായിട്ടൊക്കെ സംവദിക്കുമ്പോൾ അറിയാം, ഫോൺ വിളിക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റുമല്ലോ നാട്ടിലെ അവസ്ഥ. അല്ല, അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുമ്പോൾ വീട്ടുകാർ പറയുമല്ലോ നാട്ടിലെ അവസ്ഥ. രാഷ്ട്രീയമായിട്ടുള്ള സംസാരം അല്ല, രാഷ്ട്രീയമല്ല, പൊതുവെ ഈ നാട്ടിലെ സാഹചര്യം രൂക്ഷമായ വിലക്കയറ്റം, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ വീട്ടിൽ വിളിക്കുമ്പോൾ. വില കയറുമ്പോൾ അനുസരിച്ച് ആൾക്കാരിൽ പൈസ ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അന്നും ചെറിയ പൈസ മതി, എന്നാൽ അതേമാതിരി തന്നെ വിലയുണ്ട്. അങ്ങനെ കൂടി പോകും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ പറ്റി പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല, കാരണം നമുക്ക് നാട്ടിലില്ലാത്തതുകൊണ്ടല്ലേ. LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ, പിന്നെ BJPയുടേത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഈ 3 മുന്നണിയിലും സുനിൽകുമാറിനായിരിക്കും വോട്ട് ചെയ്യുക അല്ലേ? എന്തുകൊണ്ടാണ് സുനിൽകുമാറിനെ തിരഞ്ഞെടുക്കാൻ കാരണം? LDF സ്ഥാനാർത്ഥിയായതുകൊണ്ട്. LDFന്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് LDFിലേക്ക് ആരെങ്കിലും മത്സരിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 7 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഇനി പിണറായി വിജയൻ സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്നാണോ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ട്? ഒരു മതേതര, ഒരു ജാതി മതഭന്യ എല്ലാവർക്കും ഒരു പരിഗണന കിട്ടണമെന്നുണ്ടെങ്കിൽ അത് LDF വന്നാൽ തന്നെ സാധ്യമുള്ളൂ. അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഒരൈക്യം ഹിന്ദു മുസ്ലിം ഒരു ഐക്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു ഭരണം എന്തായാലും ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ ഓരോ ഭരണം ഇപ്പോൾ കൊറോണ കാലത്തായാലും പിണറായി വിജയൻ്റെ ഓരോ ഭരണങ്ങൾ കണ്ടല്ലോ. എല്ലാവരും ഉണ്ട്, LDFിന് പിന്നിൽ എല്ലാവരും ഉണ്ട്, കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം പിണറായി വിജയൻ നല്ലൊരു നേതാവെന്നാണ് താങ്കൾ പറയുന്നത്. കഴിഞ്ഞ 7 മാസമായിട്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. വിലക്കയറ്റം രൂക്ഷമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ഇത്രയും സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് മാസപ്പടി വിവാദം, സ്വർണ്ണക്കള്ളക്കെടുത്ത്,
അതുപോലെ ഒട്ടേറെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം പിന്തുണയ്ക്കുന്ന സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തോ ആ കൊടിയോടൊരു താല്പര്യം അത്ര മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഭരണം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ കൊടിയോട് ഒരു താല്പര്യം മാത്രം തന്നെ. ചെങ്കൊടിയോടൊരു താല്പര്യം അതെന്നും എന്നും ഇനി അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെ. കഴിഞ്ഞ 7 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? വളരെ മോശമാണ്. എന്തുകൊണ്ട് മോശം? നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഇപ്പം പെൻഷൻ കിട്ടാത്ത കാര്യങ്ങളെല്ലാം? നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? അല്ല, എന്നാലും ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പൊതുജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഇപ്പം പെൻഷൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ, മൊത്തത്തിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അറിയാലോ. സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാണോ? LDF ഭരണം മൊത്തത്തിൽ വെറുത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ, മാസപ്പടി വിവാദം, അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെ, പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വർണ്ണക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമോ? പക്ഷേ തൃശ്ശൂരിലെ വിഷയവും വരും. തൃശ്ശൂരിലെ കോൺഗ്രസിനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കെ കരുണാകരൻ്റെ മകൾ പത്മജ BJP-യിലേക്ക് പോയിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കും? അത് അവരവരുടെ ഇഷ്ടമല്ലേ. എന്നാലും അത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായിട്ടാണോ അനുകൂലമായിട്ടാണോ? ബാധിക്കില്ല. നല്ലൊരു മാത്രമല്ല പോയിട്ടുള്ളൂ, കൂടെ ആരും പോയിട്ടില്ലല്ലോ. തൃശ്ശൂർ ഇപ്രാവശ്യം ആ കൺവെൻഷനില്ല. ഞങ്ങൾ 3 ആൾ നമുക്ക് വേണ്ടപ്പെട്ട ടീമാണ്. സുരേഷ് ഗോപിന്, അതുപോലെ തന്നെ നല്ല സഹായമൊക്കെ ചെയ്യുന്ന ആളുണ്ട്. PM പ്രതാപൻ ഞങ്ങൾക്ക് ഇവിടെ അതിന് വേണ്ടപ്പെട്ട ആളുണ്ട്. സുനിൽകുമാറിന് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രതാപന് പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ആൾ തിരക്കിലായിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ കുറേ റോഡുകളും കാര്യങ്ങളൊക്കെ മൂപ്പര് ശ്രദ്ധയിൽപ്പെട്ട് പോയിട്ട്, പിന്നെ മൂപ്പര് അണ്ടറിലുള്ള സ്നേഹതീരം ഞങ്ങൾ സ്ഥിരം പോയി ചെന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ പോയിട്ടുണ്ടായിരുന്നു. ആകെ നാശമൊക്കെ എടുക്കാം, ചെന്നിരിക്കാനോ പിടിക്കാനോ ഒന്നും സൗകര്യമില്ല. മൂപ്പരെ ശ്രദ്ധയപ്പെട്ട കാര്യങ്ങൾ, മൂപ്പരെ വീണ്ടും അടുത്തുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ഒഴിവിടുമ്പോൾ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് മൂപ്പര് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ മൂപ്പര് എന്തോന്നറിയില്ല, സമയക്കുറവുകൊണ്ടാണോ എന്നറിയില്ല, വിട്ടുപോയിട്ടുണ്ട്. അതൊരു വിഷമം ഞങ്ങൾക്ക് മൂപ്പരോടുണ്ട്. പ്രതാപൻ സാധാരണക്കാരനായിട്ട് ഇറങ്ങി നാട്ടിലൊക്കെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. വെരി ഗുഡ്, നല്ല നേതാവാണ്, വേറൊരു അഴിമതിയില്ലാത്ത ആളാണ്. എല്ലാവർക്കും സമയക്കുറവുണ്ടായിരിക്കാൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനത്തെ സമയങ്ങൾ വരുമ്പോൾ ആൾക്കാർ എടുത്ത് കാണണേ. അത് മൂപ്പര് ചിന്തിക്കേണ്ടുന്ന കാര്യമാണത്. അതായത് ഞങ്ങളുടെ നാടിന് വേണ്ട കാര്യം മൂപ്പര് ചെയ്യണം. അത് ചെയ്യാൻ മൂപ്പര് വിട്ടുപോയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഞങ്ങളുടെ വികസനത്തിന് ഇത്തിരി പിന്നിലൊന്നും ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഫണ്ടുകൾ കേന്ദ്രം കൊടുക്കുന്നുണ്ട്, അതൊന്നും എടുത്ത് ശരിക്ക് വിനിയോഗിച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയാം, ബീച്ച് റോഡുകളും പിന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരും കുറേ വീടുള്ള ആൾക്കാർക്ക് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് അതൊക്കെ മേടിച്ച് കൊടുക്കേണ്ട ആൾക്കാരുണ്ട്. അതൊക്കെ മേടിച്ച് കൊടുക്കാനൊക്കെ ശ്രദ്ധയിൽ പെടാത്ത, അല്ലെങ്കിൽ മൂപ്പർക്ക് പറ്റില്ലെങ്കിൽ മൂപ്പർക്ക് ചെയ്യാൻ പറ്റും, അത് ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസം തന്നെ കാര്യത്തിൽ. ഞങ്ങളൊക്കെ ഭയങ്കര പ്രതീക്ഷകളും മൂപ്പർ ഇഷ്ടത്താണ്. കേരളത്തിലെ കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് തൃശ്ശൂരുകാർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി കിട്ടിയൊരു ദിവസമാണിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക്. ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ BJP-യിൽ ചേർന്നിരിക്കുകയാണ്. ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായിട്ടാണോ അനുകൂലമായിട്ടാണോ ബാധിക്കാൻ പോകുക? അതായത് പത്മജ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര മെജോറിറ്റികളല്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു കരുണാകരൻ്റെ മോൾ എന്നുള്ളതല്ലാണ്ട് വേറെ അതിൽ പ്രത്യേകത ഒന്നും ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിന്നൊന്നും ജയിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും കോൺഗ്രസിൽ നിന്ന് വലിയൊരു ഇത് വരാൻ പറ്റില്ല. ആൾ മാറിപ്പോയണോ? പത്മജയുടെ പോക്ക് ഒരിക്കലും കോൺഗ്രസിനെ ബാധിക്കില്ലെന്ന് അല്ലേ? കഴിഞ്ഞ 7 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പിണറായി വിജയൻ്റെ സർക്കാരിൽ ഒരുപാട് ഫോൾട്ടുകൾ വന്നിട്ടുണ്ട്, എന്നാൽ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതിപ്പോൾ ഇതിലെന്തായാലും ഇതിൽ സംഭവിക്കാൻ വഴിയില്ല. കാരണം ഇപ്പോൾ ഈ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കാത്തിരിക്കുന്ന കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ അതൊക്കെ മേടിച്ച് ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ മാസം എടുത്തിട്ട് ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്രാവശ്യം ശമ്പളം പോലും കൊടുക്കാൻ പറ്റിയില്ല. ഇവരെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ജനങ്ങളെ കാര്യം കൂടി അവർ ശ്രദ്ധിക്കണ്ടേ. അതൊക്കെ അല്ലേ ആവശ്യങ്ങൾ. സാധാരണക്കാരൻ എങ്ങനെയാണ് ആ മാസം കറക്റ്റിന് എത്തിയിട്ട് പാലിൻ്റെ പൈസ, കുടുംബത്തെ പൈസ, ഗ്യാസ്, ഇതൊക്കെ ഇന്ന് ഒരാളെ പൈസ ഇല്ല, സഹായിക്കാൻ പണ്ട് പലപ്പോഴും സഹായിച്ചിരുന്നു. അപ്പോൾ അതൊന്നും കൊടുക്കാനുള്ള പൈസ ആൾക്കാർ ഇതില്ല. നിങ്ങളത്തിൽ എനിക്ക് തരും, ഞാനില്ല നിങ്ങൾക്ക് തരും, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ വളരെ സാമ്പത്തിക പ്രശ്നം നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ കൂടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വയസ്സായി തള്ളാക്കുന്ന പെൻഷനൊക്കെ അതൊക്കെ കിട്ടാത്ത പ്രയാസങ്ങൾ വേറെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ഇവർ ശമ്പളം മുടങ്ങി എടുക്കുക, അതൊക്കെ ശരിക്കും ഇവർക്ക് അടിക്കിടുന്ന സംഭവം തന്നെയാണ്. അതായത് സർക്കാരിന് ഈ ഇലക്ഷനൊക്കെ അത് പ്രതികൂലം ബാധിക്കും. മതി ആര് നടത്തിയാലും അത് അഴിമതി തന്നെയാണ്, മനസ്സിലായില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പിണറായി മകളെ ശരിക്കും പിന്തിരിപ്പിക്കേണ്ട വേണ്ടത്. കാരണം ഇത്രയും നല്ല നേതാവിൻ്റെ മകളെ ഒരു ഇതിൽ നിർത്താൻ വെച്ചാൽ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്ത ആൾക്കാരൊന്നുമല്ലോ. പിന്നെ എൻ്റെ ഇടയിൽ ഒരു കമ്പനി വെച്ചിട്ട് അത് അവർക്ക് തന്നെ അതിൻ്റെ ദോഷം ചെയ്യാം. ആർക്ക് ഭാവിയിലേക്ക് പിണറായിക്ക് തന്നെ ദോഷം ചെയ്യാം. കാരണം ഇപ്പോൾ അവർക്കിപ്പോൾ ഒരു
കരിമല നമുക്കൊന്ന് നമ്മുടെ നല്ല സമ്പത്തിന് ഇവിടുന്ന് അടിച്ചു കൊണ്ട് പോകണതേ. കരിമല എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം ഇവർക്ക് ആൾക്കാർക്ക് അറിയില്ല, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ വാരി കൊണ്ടുപോയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഒരു ആൾക്കാർക്കൊക്കെ മെച്ചം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരായാലും മറ്റോ ശരിക്കും പ്രതികരിക്കാതെ അതുകൊണ്ടാണ് ആൾക്ക് തോന്നുന്നുണ്ടാവില്ല അതിൽ കാണുമ്പോൾ ഇത്രയും ഒരു ധൈര്യം ഉണ്ടാവും ആൾക്ക്. കാരണം വെച്ചാൽ മൂപ്പരാവില്ല, അല്ലെങ്കിൽ മൂപ്പിൽ പിന്നിലുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ട് നേരിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ നിൽക്കാൻ കാരണം. മനസ്സിലായ പിന്നെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ആയാലും ശരിക്കും അതിൽ ശക്തമായിട്ട് എതിർക്കാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകാൻ അങ്ങനെ കേട്ടോ മനസ്സിലാക്കണം. അതിപ്പോൾ ബി ജെ പിക്കാരും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ 3 കൂട്ടരും അതിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് സംഭവം. ആർക്കായിരിക്കും ഇപ്രാവശ്യം തൃശ്ശൂർ നമ്മുടെ നേതാവ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് കണ്ടില്ലേ, നമ്മുടെ നേതാവ് സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്, നല്ലൊരു നല്ലൊരു ഇതാണ്, വ്യക്തിയാണ്, നല്ലൊരു സ്വഭാവം. എല്ലാം കൊണ്ട് എന്തായാലും ഇപ്രാവശ്യം എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിരിക്കുന്നില്ല ഉറപ്പായിട്ടും. 2 പ്രാവശ്യം തൃശ്ശൂർ എടുക്കാൻ വന്നിട്ട് തൃശ്ശൂർക്കാർ കൊടുത്തില്ല, 3-ാം വട്ടം കൊടുക്കുമെന്നാണോ? എന്തായാലും കൊടുത്തിരിക്കും ഉറപ്പായിട്ടും. അത്ര ആത്മവിശ്വാസമാണ്? ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ് അല്ലേ? അതെന്തായാലും ഉറപ്പായിട്ടും എന്തായാലും ബി ജെ പിക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇതാവില്ല. സുരേഷ് ഗോപി ആയിട്ടും കട്ടക്ക് നിൽക്കുമല്ലോ എന്തായാലും ഉറപ്പായിട്ടും ഗുണം ചെയ്യുമെന്നാണ്? ഗുണം ചെയ്യും ഉറപ്പായിട്ടും. ഇത്രയും വർഷം പല പല പദവികൾ കോൺഗ്രസ്സിൽ വഹിച്ച് എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിയതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബി ജെ പിയിൽ ചേരുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്തായിരിക്കും? അത് എങ്ങനെയാവോ അതിനെക്കുറിച്ച് ശരിക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയില്ല. സ്ഥാനങ്ങൾ മോഹിച്ചുകൊണ്ടായിരിക്കും ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ടാവുക. നല്ലൊരു പാർട്ടി നല്ലൊരു ഇത് നിൽക്കുക കാരണം അതിനകത്ത് ചേർന്നിട്ടുണ്ടാവും. ഇപ്പോൾ വേറൊരാളോട് ചേർന്നിട്ടുണ്ടല്ല ബി ജെ പിയിലേക്ക്. ആന്റണിയുടെ മകൻ അല്ലല്ല, അയാൾ വേറൊരാളോടും ചേർന്നിട്ടുണ്ട് ബി ജെ പിയിലേക്ക്. ഇതൊരു വഞ്ചനാപരമായിട്ടുള്ളൊരു നയമല്ലേ? ഇത്രയും കാലം പോറ്റി വളർത്തിയ ഒരു പ്രസ്ഥാനത്തിനോട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിനെ തോന്നിയിട്ടുണ്ടാവും ബി ജെ പിയിലേക്ക് ചേരാനുള്ള. ബി ജെ പി നല്ലൊരു പാർട്ടിയാണ്, നല്ലൊരു ഇതായിരുന്നു, അതിനകത്ത് ചേർന്നിട്ടുണ്ടാവും. അതിന് ഈ ഇലക്ഷൻ സമയം വരെ കാത്തിരിക്കേണ്ടി വന്നോ? അതാണ് എനിക്കറിയാം. അതിനെക്കുറിച്ചാണ് അത് അവരോട് ചോദിക്കേണ്ടി വരും, എന്തായാലും ചോദിക്കേണ്ടി വരും അല്ലേ? കഴിഞ്ഞ 7 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും ഒരു സാധാരണക്കാരനെന്ന നിലയിൽ? വളരെ മോശമാണ്, വളരെ മോശം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും മോശമാണ്. അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, എല്ലാം കൊണ്ടും വളരെ മോശമാണ്. ഈ പ്രാവശ്യം എന്തായാലും സുരേഷ് ഗോപിക്ക് കൊടുത്തു നോക്ക്, എന്തായാലും കട്ടക്ക് നിൽക്കും എന്തായാലും. അല്ല എല്ലാം കൊണ്ടും അങ്ങനെ വളരെ മോശമാണ്. എല്ലാവരും പറയണ്ടേ, മിക്ക ആൾക്കാരും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ പിണറായിനെ കുറിച്ച് എല്ലാവരും മോശമായിട്ട് അഭിപ്രായമാണ് പറയണത്. എല്ലാം കൊണ്ടും ഇനി ഇങ്ങനെ ഒരു ഭരണാധികാരി നമുക്ക് വേണ്ടെന്നുള്ളതാണ് പറയണത്. പുതിയൊരു മാറ്റമാണ് തൃശ്ശൂരിൽ ആഗ്രഹിക്കുന്നത് അല്ലേ? ഒരു പ്രാവശ്യം ഒന്നും സുരേഷ് ഗോപിക്ക് കൊടുത്തു നോക്ക്, എങ്ങോട്ടൊന്നും അറിയാൻ പറ്റുമല്ലോ. എന്തായാലും 3-ാമത്തെ പ്രാവശ്യം തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? കട്ടക്ക് ശരി. ഇപ്രാവശ്യം ട്രെൻഡ് സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപിക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ജനപ്രതിനിധി അല്ലാതെ കാണിച്ചു കൊടുത്ത ആളാണ്. അത് ജനപ്രതിനിധി ആവാതെ തന്നെ ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ചെയ്തു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും സാധിച്ചു. മാത്രമല്ല 90% ഇപ്പോഴുള്ള ഗവൺമെൻറ് തന്നെയായിരിക്കും കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് മണ്ഡലത്തിന് വലിയൊരു ഗുണം ചെയ്യും. ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, മുമ്പുണ്ടായ ജനപ്രതിനിധികൾ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചുരുങ്ങിയത് 25 വർഷക്കാലത്തോളമായി ശക്ത മാർക്കറ്റ് എങ്ങനെ കിടന്നു എന്ന് പോയി കണ്ടവർക്കറിയാം. ഇപ്പോഴതിൻ്റെ അവസ്ഥ അറിയാം. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പല പദ്ധതികളും സുരേഷ് ഗോപി എന്ത് ചെയ്തെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല പ്രതാപൻ എന്തൊക്കെ ചെയ്തില്ല എന്നും ജനങ്ങൾ വിലയിരുത്തും. അതുമാത്രമല്ല 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ പ്രതാപനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 60,000 പേര് മാറ്റി ചിന്തിച്ച വിജയിച്ചില്ലേ? അത് ചിന്തിക്കും. കാരണം അത് പറയാൻ 30,000 വോട്ടിൻ്റെ പുതിയ വോട്ടർമാരുണ്ട്. ന്യൂ ജനറേഷൻ മുഴുവനും കേന്ദ്രത്തിന് അനുകൂല. TN പ്രതാപനും VS സുനിൽകുമാറും നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ ഒരുവനായ നാട്ടുകാർ ആരാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാത്തൊരു പരിഗണന എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? നാട്ടുകാരനായതുകൊണ്ട് കാര്യമില്ല. ജനങ്ങൾക്കും ആ മണ്ഡലത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ ജനം തിരഞ്ഞെടുക്കും. TN പ്രതാപൻ ഒരുപാട് നാളുകളായിട്ട് MLA-യും MP ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. VS സുനിൽകുമാറും ഈ പറഞ്ഞതുപോലെ മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ മണ്ഡലത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? അതെ, ചെയ്തിട്ടില്ല എന്നല്ല പറയണത്. ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒന്നും ചെയ്തിട്ടില്ല പ്രതാപൻ. 5 വർഷം MP ആയിരുന്നിട്ട്
അതുമാത്രമല്ല പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തെ ഒരു MP ആ മണ്ഡലത്തിന് കിട്ടും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി. അതുകൊണ്ട് ഭരണപക്ഷമാവാൻ സാധ്യതയുള്ള ജനറേഷൻ മാറി മണ്ഡലത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ചിന്തിക്കും. അതായത് കേന്ദ്രത്തിലായാലും ശരി കേരളത്തിലായാലും ശരി ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. കാരണം അതിൻ്റെ ഗുണങ്ങൾ ഏറ്റവും പ്രതിപക്ഷത്തിരിക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ ആനുകൂല്യം മേടിച്ചെടുക്കാൻ ഭരണപക്ഷത്തിരിക്കണ ഒരു MP സാധിക്കും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു. കാരണം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന K. കരുണാകരൻ്റെ മകൾ പത്മജ ഇന്ന് BJPയിൽ ചേർന്നിരിക്കുകയാണ്. ഈ BJPയിലേക്കുള്ള പത്മജയുടെ ചൂടുമാറ്റം സുരേഷ് ഗോപിക്ക് എത്രത്തോളം അനുകൂലമായി മാറും, അല്ലെങ്കിൽ BJPക്ക് എത്രത്തോളം അനുകൂലമായി മാറുമെന്നാണ് വിശ്വസിക്കുന്നത്? അനുകൂലമാണെന്ന് വെച്ചാൽ പത്മജയ്ക്ക് നല്ല സ്വാധീനം, കരുണാകരനുള്ള അതേ സ്വാധീനം പത്മജയ്ക്ക് തൃശ്ശൂരുണ്ട്. അവരുടെ വീട് പൊങ്ങുന്നത്താ, കരുണാകരൻ്റെ സ്മൃതി മന്ദിരം അവിടെയാണ്. സത്യം പറഞ്ഞാൽ കരുണാകരൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കരുണാകരൻ കൂടി BJPക്ക് ആയേനെ. പക്ഷേ നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് പത്മജ ഒഴികെ ഒരാളും ഈ വഴിയെ പോകില്ല എന്നാണ്. അവര് പോയി, ഇനി ഒരാളും പോകില്ല തുടർച്ചയായിട്ട് എന്നാണ് പറയുന്നത്. അല്ല, അത് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. BJPക്ക് അനുകൂലമായി മാറുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മാറുന്നതാണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ 7 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മോശമാണ്. എന്തുകൊണ്ട് മോശം? എന്താ വെച്ചാൽ 5 വർഷം മുമ്പ് വരെ പറഞ്ഞ ഒരു സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള ട്രെൻഡ് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നല്ല നിലയ്ക്ക് നടന്നായിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ജനങ്ങൾ വെറുത്തു, ഒരിക്കലും ഇല്ല. കാരണം പക്ഷേ അത് മുഴുവനും ഇലക്ഷനെ ബാധിക്കണമെന്നില്ല. കുറേയൊക്കെ ഒരു വർഷം മുമ്പുള്ളതാണെങ്കിലും ആ സമയത്ത് ട്രെൻഡ് എന്താണ് അതുപോലെ ഇരിക്കും ഇലക്ഷൻ്റെ വോട്ട് ശതമാനം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ നാട്ടുകാരിയല്ല, വയനാട്ടുകാരിയാണ്. വയനാട്ടുകാരിയാണ്. ഞാനിവിടെ ജോലി സംബന്ധമായിട്ട് ഇവിടെ വന്നതാണ്. പരിചയമുള്ള മുഖം VS സുനിൽ സാറാണ്. നമുക്ക് പരിചയമുള്ള മുഖം, കുറച്ചും കൂടി അറിയുന്നത് മീൻസ് രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി സാറുണ്ട്. ഓഫ് കോഴ്സ് അതെല്ലാം അതിൻ്റെ വഴിക്ക് പോവും. എന്തായാലും ഞാൻ ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. ദാറ്റ് മീൻസ് ഞാൻ ഇവിടുത്തെ കാര്യം അല്ലാത്തതുകൊണ്ട്. കാരണം ഇവിടെ എങ്ങനെയാണ് അതിന് ചർച്ച, നല്ലൊരു പൊതു ചിത്രം നമ്മൾ ഇത് പറഞ്ഞു വെക്കുന്നതുകൊണ്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഭരണം കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണല്ലോ. ഈ സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? വയനാട്ടിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും ഭരണം സർക്കാരിൻ്റെ ഒന്നല്ലേ? അപ്പം അതിനൊരു അഭിപ്രായം നമുക്ക് പറയാനുണ്ടാവുമല്ലോ. സത്യം പറഞ്ഞ അഭിപ്രായം പറയാൻ തോന്നാറില്ല, പല കാരണം കൊണ്ട്. അതിൽ പല കാരണമുണ്ട്. ഇപ്പം രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ, മാനുഷികപരമായിട്ട് നോക്കുകയാണെങ്കിൽ, അങ്ങനെ പല കാരണം കൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പം ഓഫ് കോഴ്സ് ഇതിനും മൗനം എന്നുള്ളതാണ് എൻ്റെ ആൻസർ. ബിക്കോസ് അത് ഓരോ കാലം വരുന്ന ഓരോ പാർട്ടികളും അവരുടേതായ കാര്യങ്ങളിലാണ്, അവരുടെ അഭിപ്രായങ്ങളാണ് ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കാറുള്ളത്. അപ്പം അതിന് ജനങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. ചിലപ്പം അതിൽ 1-2 രാഷ്ട്രീയക്കാരുണ്ടാവുമായിരിക്കും, അതിനപ്പുറത്തേക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അതെല്ലാം കൂടി കോമൺ ആയിട്ട് വരണ ഒരു കാലം ഉണ്ടാവുമെന്ന് പ്രത്യാശിക്കാം. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് വലിയ വിലയില്ല, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എനിക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ഇതേപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നു എന്നല്ലാതെ ഒരു എന്താ പറയുക, സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനീ പറഞ്ഞ പോലെ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതേപോലെ തന്നെ പലർക്കും ഈ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകാം. ഞാനത് അടച്ചാക്ഷേപിക്കുകയല്ല, ഉണ്ടാകാം. അത് വയനാടിനെ പറ്റി പറയുമ്പോൾ വയനാടിനെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച 2 സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായി. ഒന്ന് കാട്ടാന ആക്രമണം, ഏറ്റവും ഒടുവിലായിട്ട് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണം. ഇതിനോടൊക്കെ അല്ലേ സർക്കാർ കാണിച്ച അലംഭാവവും മനുഷ്യ സമൂഹത്തിൽ ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവൃത്തികളുമാണ് നമ്മളെല്ലാവരും കണ്ടത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സാധാരണഗതിയിൽ ഞാനും എനിക്കിപ്പം എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ടൊന്നും ഞങ്ങളുടെ നാട്ടിൽ താമസിക്കാനോ ജീവിക്കാനോ പേടി ഉണ്ടായിരുന്നില്ല. വെച്ചാൽ നമ്മൾ ഓക്കെയാണ്. കാരണം അവിടെ നമുക്കറിയാം കാടുണ്ട്, ആദിവാസി കുടുംബങ്ങളുണ്ട്, എങ്കിൽ പോലും നമുക്കതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പം
നമുക്ക് സാധാരണക്കാർക്ക് ടൗണിലുള്ള ആളുകൾക്ക് പോലും പേടിയാണ്. അതിനുള്ളൊരു ഫെസിലിറ്റീസ് എന്തുകൊണ്ട് ഗവൺമെൻറ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല. ശ്രദ്ധയിൽപ്പെട്ടാലും അവരെന്തുകൊണ്ട് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് അതിനൊരു ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം എന്തായാലും ഉണ്ട്. കാരണം അവിടെയുള്ളവരെല്ലാം കൃഷിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. മോസ്റ്റ്ലി ഗവൺമെൻറ് ജോബുകളോ പ്രൈവറ്റ് കമ്പനികളോ ഒന്നുമില്ല, എല്ലാം കൃഷിയുമായി ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മളെല്ലാം ചിന്തിക്കണം. അതേപോലെ സിദ്ധാർത്ഥ എന്നൊരു കുട്ടി, വയനാട് പോലെയുള്ളൊരു നാട്ടിൽ അങ്ങനെ ഒരു കുട്ടിക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ പാടില്ല. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ ആ രീതിയിലേക്ക് മാറണോ, അത് എന്തുകൊണ്ട് ഒരു തടയിടുന്നില്ല? ഇപ്പോഴും എല്ലാ കോളേജുകളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതേപോലുള്ള റാഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി ഡിസിഷൻ മേക്കേഴ്സിന് പറ്റുന്നില്ല? അതാണ് ക്വസ്റ്റ്യൻ. കാരണം ഇത് പലപ്പോഴും ഇത് നമ്മൾ സിദ്ധാർത്ഥിൽ മാത്രമല്ല, പുറകിലേക്ക് നോക്കി ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിന് ഇരയായിട്ടുണ്ട് ഓൾ ഓവർ ദ കേരള. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനൊന്നും ഒരു സൊല്യൂഷൻ ഇല്ലാത്തത്? അത് ഉണ്ടാവണം. അത് എപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ആര് ഭരിച്ചാലും എങ്ങനെ വന്നാലും നമ്മളെപ്പോഴും പ്രത്യാശിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താണ്? നമുക്ക് ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കണം. 3 മുന്നണികളും അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമാവും എന്ന് പറയാൻ പറ്റാത്ത ഒരു വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോവുകയാണ്. തൃശ്ശൂരിൽ 3 സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്രൈം ഓൺലൈൻ.